Once again, welcome back to new video of Media Q. So, ഇന്ന് നമ്മുടെ കണ്ടന്റ് എന്തായിരിക്കും? ഗസ് ചെയ്യും. എമ്പുരാൻ. സോ ഇന്നലെയാണ് എമ്പുരാന്റെ ട്രെയിലർ ഇറങ്ങിയത്. സോ കുറേ എൻ്റെ എക്സ്പെക്ടേഷൻ ലൈക്ക് അടിപൊളിയായിരിക്കും. സോ നമുക്ക് നമ്മുടെ പബ്ലിക് റിയാക്ഷനും കൂടി നോക്കാം. സോ നമുക്ക് കുറേ പേരോട് ചോദിക്കാം. നമുക്ക് നോക്കാം വാട്ട് വിൽ ബി. എമ്പുരാന്റെ ട്രെയിലർ കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നോ? പറയില്ല. ലൂസിഫറിന്റെ അത്രയും വീട്ടിലെന്താ തോന്നുന്നത്. ബിക്കോസ് ഞാൻ കുറെ കാത്തിരുന്നായിരുന്നു, ബട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയൊന്നും ഇല്ലായിരുന്നു. എക്സ്പെക്ട് ചെയ്ത അത്രയില്ല. ഓക്കെ, അപ്പോ ലൈക്ക് ഇങ്ങനെ പറയുന്നത് 100 കോടി ക്ലബിൽ കയറും, കാരണം അത്രയും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്, റൈറ്റ്? അപ്പൊ 100 കോടി ക്ലബിൽ കയറും എന്നൊക്കെ പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? 100 കോടി മേളിൽ കയറും എന്നാണ് എന്റെ ഒരു ഇത്. ഇത് ലൈക്ക് അത്രയും പ്രൊമോഷൻസ് ഒക്കെ അതിലിങ്ങനെ ഗസ്റ്റ് റോൾ ആയിട്ട് ബേസിൽ ജോസഫും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുറെ പേർക്ക് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ മമ്മൂട്ടിയൊക്കെ വരുന്നു പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ഫണ്ണായിരിക്കും? ബേസിൽ ജോസഫ് ഫാനാണല്ലേ? അതാദ്യമേ തോന്നി. ഓക്കെ, സോ പ്രതീക്ഷ ഉണ്ടോ? അടിപൊളിയായിരിക്കും. അടിപൊളിയായിരിക്കും. ഓക്കെ ഓക്കെ, എമ്പുരാന്റെ ട്രെയിലർ കണ്ടിരുന്നോ? ഓക്കെ, സോ നമ്മുടെ മലയാളത്തിലെ തന്നെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ആണ്, റൈറ്റ്? അപ്പോ ലൈക്ക് ഫ്ലോപ്പ് ആവോ അതോ എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ? വെയിറ്റിംഗ് ആണ് കാണാൻ വേണ്ടിട്ട്. ലൂസിഫർ നന്നായിരുന്നല്ലോ, അപ്പൊ കട്ട വെയിറ്റിംഗ് ആണ്. കട്ട വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോ നിങ്ങക്ക് ലാലേട്ടന്റെ ലൈക് ട്രെയിലറിൽ എങ്ങനെ നിങ്ങക്ക് തോന്നി? ലാലേട്ടന്റെ ഒരു എക്സ്പോസിങ് അത് ട്രെയിലർ കണ്ടിട്ട് അത്യാവശ്യം ആവറേജ് നല്ലൊരു മൂവിയാന്ന് തോന്നുന്നു. ഇനിയിപ്പോ മൂവി കണ്ടല്ലേ പറയാൻ പറ്റുക എങ്ങനെയുണ്ടെന്നൊക്കെ. അതിപ്പോ നമുക്ക് ട്രെയിലർ കണ്ട് ഒന്നും പറ്റത്തില്ലല്ലോ പറയാനായിട്ട്. അതിപ്പോ ട്രെയിലർ കുറച്ച് നല്ലതാണെങ്കിൽ ചിലപ്പോൾ മൂവി ഫ്ലോപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുക. ഓക്കെ, സോ അപ്പോ അടിപൊളിയായിരിക്കും, റൈറ്റ്? തോന്നുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 27-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. രണ്ടുപേരും കാണാം. ഓക്കെ, സോ നിങ്ങൾ എമ്പുരാന്റെ ട്രെയിലർ കണ്ടോ? കണ്ടിരുന്നു. സോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെയൊക്കെ ആയിരുന്നു? നൈസ് ആയിരുന്നു. ലൂസിഫറിന്റെ അത്ര നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? കുഴപ്പമില്ല. ഈ ന്യൂസസിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് 100 കോടി ക്ലബിൽ കയറും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബേസിൽ ജോസഫ് വരുന്നുണ്ട് എൻട്രി, പിന്നെ ഗസ്റ്റ് റോൾ ആയിട്ട് മമ്മൂട്ടി വരുന്നുണ്ട്. ഇതല്ലെങ്കിൽ ജസ്റ്റ് റാൻഡംലി പറയുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മമ്മൂട്ടിയൊക്കെ ഇൻട്രോ ലൈക്ക് ഗസ്റ്റ് റോളിൽ ഇങ്ങനെ വരും? ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ പടം അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പൊ എമ്പുരാൻ കണ്ടിരുന്നോ? ട്രെയിലർ കണ്ടു, എമ്പുരാൻ പടം കണ്ടിട്ടില്ല. കാണാൻ പോകുന്നു അല്ലേ? ഓക്കെ, സോ ഇങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പെക്ടേഷൻ പോലെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഉണ്ടായിരുന്നു. ഇന്ന് 1:08 ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാത്രി ഇറങ്ങിയപ്പോഴത്തെ ഞങ്ങൾ അപ്പൊ തന്നെ കണ്ടു. അങ്ങനത്തെ പരിപാടി സംഭവം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ 100 കോടി ക്ലബിലൊക്കെ കേറുമെന്ന് പറയുന്നുണ്ട്, ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട്. സോ വാട്ട് ഡു യു ഫീൽ? ലാലേട്ട ഫാൻ അല്ല, എന്നാലും 100 കോടി കയറുമായിരിക്കും. കയറി കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് നല്ലൊരു സാധനമല്ലേ, കയറിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം എത്രയാണ് ഭയങ്കര ബിഗ് ബഡ്ജറ്റ്. അപ്പൊ ഞാനും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സീരിയസ്ലി. നല്ലതാ, കയറിക്കോട്ടെ. നമുക്ക് സാമ്പത്തിക നഷ്ടമൊന്നും ഇല്ലല്ലോ, ഒരു സിനിമയല്ലേ, പോട്ടെ. 20 കോടി പോയി 250 രൂപ പോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ ഇങ്ങനെ ചില ന്യൂസ് ഒക്കെ വന്നിരുന്നു, അതായത് ബേസിൽ ജോസഫിന്റെ ഇൻട്രോ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ മമ്മൂട്ടി ചെറിയൊരു ഗസ്റ്റ് റോൾ ആയിട്ട് വരുന്നുണ്ട്. സോ ഇതൊക്കെ ബിആർ വർക്കല്ലേ, നമുക്ക് അറിഞ്ഞൂടാത്ത പോലെ കുറെ ന്യൂസും. ഇന്നലെ മറ്റേ എന്തോ ചോർന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ ട്രെയിലർ. ഫ്രഷ് എന്നിട്ട് ഇന്ന് ന്യൂസ്. എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ പക്ഷേ മമ്മൂട്ടിയുടെ ഒരു ഗസ്റ്റ് റോൾ? ഇല്ല. പുള്ളി പാവം വയ്യാണ്ട് എവിടെയോ കിടപ്പുണ്ട്. പുള്ളി എങ്ങനെ ജീവിച്ചു പോകട്ടെ. പുള്ളി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല കാര്യങ്ങളൊന്നും. ഓക്കെ, പക്ഷെ എന്തായാലും 27-ാം തീയതി കാണണം. ടിക്കറ്റ് ഉണ്ടാവും ഫ്രീ ആയിട്ട്. സോ എമ്പുരാൻ ടീസർ കണ്ടിരുന്നോ? കണ്ടായിരുന്നു. ഓക്കെ, കണ്ടില്ല, കാണാം. ഓക്കെ, സോ ലൈക് ടീസർ നിങ്ങൾ കണ്ടപ്പോ ലൈക് ലൂസിഫറിനെ പോലെ ലൈക് ആ ഒരു എക്സ്പെക്ടേഷൻ എന്താണ് നിങ്ങൾക്ക് ഒപ്പീനിയൻ? അത്രയും കാണത്തില്ലെന്ന് തോന്നുന്നു.
കാണത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഒരു 100 കോടി ക്ലബാണ് പറയുന്നത് അവര്. സോ നിങ്ങക്ക് തോന്നുന്നുണ്ടോ കേറുന്നു? 100 അതിൽ കൂടുതൽ കയറും. അതിൽ കൂടുതൽ കയറും, അതപ്പോ ഉറപ്പുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതിൽ ഗസ്റ്റ് റോൾ ആയിട്ട് മമ്മൂട്ടി, ബേസിൽ ജോസഫ് അങ്ങനെ കുറെ പേര് വരും ഇങ്ങനെ പറയുന്നത്. ജസ്റ്റ് ന്യൂസ് ആട്ടോ, അറിയില്ല. സോ നിങ്ങക്ക് തോന്നുന്നുണ്ടോ വരൂന്ന്? മമ്മൂട്ടി ഉണ്ടാവും. വരുമായിരിക്കും. മമ്മൂട്ടി ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. എമ്പുരാന്റെ ട്രെയിലർ കണ്ടിരുന്നോ? കണ്ടിട്ടുണ്ടായിരുന്നു. സോ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നു? എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ അത്യാവശ്യം ഒരു ബെറ്റർ ട്രെയിലറാണ്. അത്യാവശ്യം ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇഷ്ടപ്പെട്ടു. ലാലേട്ടന്റെ അഭിനയം എങ്ങനെയുണ്ട്? ലാലേട്ടൻ്റെ അഭിനയം എനിക്ക് ട്രെയിലർ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. ബാക്കി തിയേറ്ററിൽ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി കട്ടിങ്ങും സീൻസൊക്കെ അത്യാവശ്യം വളരെ നല്ലതായിരുന്നു. അപ്പം ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട്. നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, ഇതൊരു വമ്പൻ ഹിറ്റ് ആയിരിക്കും? ഇപ്പോൾ ഉള്ള ഹൈപ്പ് വെച്ചിട്ടും ഇപ്പോൾ ഉള്ള ഒരു ട്രെയിലറിന്റെ ഒരു വരക്കം വെച്ചിട്ടും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സൂപ്പർ ഹിറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ട്രെയിലർ കുറച്ചും കൂടി ഒന്ന് ഷോർട്ടാക്കായിരുന്നു. കഥയുടെ ചെറിയൊരു പോക്ക് അങ്ങനെ മനസ്സിലായത് പോലെ ഒരു ഫീൽ ഉണ്ട്. അതൊന്നും ഒഴിവാക്കായിരുന്നു. വേറെ അടിപൊളി ട്രെയിലറാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ 27-ാം തീയതിയാണ് കാണണം. എന്തായാലും. ഓക്കെ, ബൈ. ഒരുപാട് പബ്ലിക് റിയാക്ഷൻസ് നമ്മൾ ഇതിന് കണ്ടു. എനിക്കിതിൽ 2-3 എണ്ണം ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ. ആൻഡ് ഓൾസോ 27-ാം തീയതി എല്ലാ തിയേറ്റേഴ്സിലും എമ്പുരാനുണ്ട്. യു ജസ്റ്റ് നീഡ് ടു വാച്ച്. ചെയ്യില്ലേ? സോ ബൈ.